ഹായ് കുട്ടികളെ, ഇന്ന് നിങ്ങൾക്ക് വേഡ് പ്രോസസ്സിങ്ങിൻ്റെ ഇംഗ്ലീഷ് ലോവർ സെക്കൻഡ് പേപ്പർ പഠിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, പരീക്ഷ അടുത്ത് വരികയാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കി പഠിച്ച് എക്സാം എഴുതണം. ഓക്കെ, ആദ്യം നമുക്ക് വേഡാണ് എടുക്കേണ്ടത്. വേഡ് എടുത്തിട്ട് പേജ് ലേഔട്ട് എടുക്കണം. ആദ്യം എന്താണ്, ഇതാ ബോർഡർ കണ്ടോ, ബോർഡർ, പേജ് ബോർഡറാണ് എടുക്കേണ്ടത്. പേജ് ബോർഡർ എടുക്കണം. ഏത് സൈസാണോ അത് എടുക്കണം. പേജ് ലേഔട്ട് കേട്ടോ, ഏതാണ് പേജ് ലേഔട്ട്, കൾച്ചർ ഇരിക്കുന്നുണ്ടോ, ലേഔട്ട് എടുത്തിട്ട് പേജ് ബോർഡേഴ്സ് എടുക്കണം. ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൽ പലതും ഉണ്ട്. ഇതിലെടുക്കുമ്പോൾ ഏതാണോ അതിൽ ബോർഡേഴ്സ് വരണം, അങ്ങനെ വരും. നമുക്ക് ആവശ്യം ഇതിലുള്ളത്, ഈ ക്വസ്റ്റ്യനിലുള്ളത് ഇതാണ്. അപ്പോൾ ഇത് ഓക്കെ കൊടുത്ത് ഈ ബോക്സിൽ കൊണ്ട് വരണം. കണ്ടോ, ഇങ്ങനൊരു ബോക്സ് കിട്ടും. എന്നിട്ട് ഓക്കെ എന്നിട്ട് ഈ സൈസ് മാറ്റണം. സൈസ് A4 പേജ് ബോർഡർ കിട്ടിയല്ലോ. അടുത്ത ഷേപ്പ്. അപ്പോൾ ഷേപ്പിന് ഇൻസർട്ട് എടുത്തു. ഇൻസർട്ട് എടുത്തു. അത് കഴിഞ്ഞ് ഷേപ്സ് വന്നു. ഷേപ്സ് ഏതാണെന്ന് നോക്കണം. ഇതിൽ ഷേപ്സ് കണ്ടോ, ഇതാണ്. അപ്പോൾ അത് നോക്കി ഷേപ്സിൽ നോക്കി എടുക്കണം ഏതാണെന്ന്. ഇതാണ് കണ്ടോ. ഇതെടുത്തിട്ട് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കൊണ്ടുവരിക. കണ്ടോ, ഇങ്ങനെ വരും. എന്നിട്ട് അതിനകത്ത് കൾസർ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കണം. അതിൽ ആഡ് ടെക്സ്റ്റ് വന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഇതെന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കൂ. ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റഡ്, അതടിക്കണം. അടിച്ചല്ലോ. അപ്പോൾ ഇതിപ്പോൾ എന്നിട്ട് സെലക്ട് കൊടുക്കണം. സെലക്ട് കൊടുത്ത് സെൻട്രലിൽ കൊണ്ടുവരണം. ഹോം എടുക്കുക. ഹോം എടുത്തു. ഇവിടെ ഈ സെൻട്രൽ മധ്യത്ത് കൊണ്ടുവരാം. അപ്പോൾ നോക്കിയോ, കിട്ടിയല്ലോ. പിന്നെ ഇതിൻ്റെ അക്ഷരം വലുതാക്കണം. ഓക്കെ, ഇത് ഏത് അക്ഷരമാണെന്ന് നോക്കണം. ഇത് മാറ്റിയിട്ട് ഇതിൽ നോക്കണം ഏത് അക്ഷരമാണെന്ന്. ഏതാണ്, ഇതല്ലേ? ടൈംസ് ന്യൂ റോമൻ. ഓക്കെ, റെഡിയായല്ലോ. ശരി, ഇനി അടുത്തത് ഒരു സെൻറ്റൻസ് ഉണ്ട്. ഇതാണ് സെൻറ്റൻസ്. അതടിക്കും. ഹായ്, ഇതടിച്ചു. ഇനി അടുത്തത് ഷേപ്പ്. അടുത്ത ഇൻസർട്ട് എടുക്കുക. എന്നിട്ട് ഷേപ്പ് കോളം എടുക്കണം. ഇൻസർട്ട് എടുത്തിട്ട് കോളം, ടേബിൾ എടുക്കണം. ടേബിൾ എടുത്തിട്ട് എത്ര കോളമുണ്ടെന്ന് നമ്മൾ നോക്കണം. ക്വസ്റ്റ്യനിൽ ഉണ്ടോ,
ക്വസ്റ്റ്യനിൽ 1 2 3 4 5 കോളം, 5 കോളം തിരിച്ച് താഴോട്ടും 1 2 3 4 5 6 കോളം. അപ്പോൾ എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. 1 2 2 5, പിന്നെ അവിടെ നിന്ന് താഴോട്ട് 6, 1 4 5 6 കോളം വന്നു. കണ്ടോ, 6 കോളം വന്നു. ഇനി അവിടെ നിന്ന് ശകലം താഴോട്ട് ആക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ചെറുതാക്കണം. ആദ്യത്തെ സീരിയൽ നമ്പർ ചെറിയ കോളമാണ്, അപ്പോൾ ചെറുതായിട്ട് മതി. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കാം. ഓക്കെ, ഇനി അടിക്കാം. സീരിയൽ നമ്പർ താഴെയാണ്. അപ്പോൾ എൻ്റർ അടിച്ചിട്ട് നമ്പർ അടിക്കണം. 0. ഓക്കെ, എന്നിട്ട് എൻ്റർ ടാബ് അടിക്കണം. ടാബ് താഴെ കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് 1, അത് കഴിഞ്ഞ് ടാബ് അടിച്ചിട്ട് 2, ടാബ് 3, ടാബ് 4, 5 കോളത്തിലും അതിട്ട്. അടുത്തത് തിരിച്ച്. ഓക്കെ, ഇനി രണ്ടാമത്തെ കോളത്തിൽ അടിക്കാം. ഓക്കെ, ഇത് കണക്ക് ഓരോ കോളത്തിലും അടുത്ത ടാബ് എന്നിട്ട് മുകളിൽ പൾസർ പിടിക്കണ്ട, എപ്പോഴും മൗസ് ഇട്ട് പിടിക്കുക, ഇങ്ങനെ അടിക്കാം. അടുത്തത് ക്വാളിഫിക്കേഷൻസ്. 1 സീരിയൽ നമ്പർ, പോസ്റ്റ് രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം ക്വാളിഫിക്കേഷൻ. ഇനി ടാബ് 3. ഓക്കെ, അടുത്ത കോളത്തിൽ നിന്ന് സാലറി. അടുത്തതിൽ ഓക്കെ, അടുത്ത കോളത്തിൽ കോളം വലുതാക്കണം, ഇതൊക്കെ ചെറുതാക്കണം, എന്നിട്ടടിക്കും. ഓക്കെ, ഇത്രയും വേണ്ട. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവയ്ക്കണം.
സെലക്റ്റാക്കി കിടന്നു, അതുകൊണ്ടാണ്. ഇത്രയും ഇരിക്കുക, ഇത്രയും വേണം. അടുത്ത കോളത്തിലടിക്കുക. ഹായ് കുട്ടികളെ, ഇന്ന് നിങ്ങൾക്ക് വേഡ് പ്രോസസ്സിങ്ങിൻ്റെ ഇംഗ്ലീഷ് ലോവർ സെക്കൻഡ് പേപ്പർ പഠിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, പരീക്ഷ അടുത്ത് വരികയാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കി പഠിച്ച് എക്സാം എഴുതണം. ഓക്കെ, ആദ്യം നമുക്ക് വേഡാണ് എടുക്കേണ്ടത്. വേഡ് എടുത്തിട്ട് പേജ് ലേഔട്ട് എടുക്കണം. ആദ്യം എന്താണ്, ഇതാ ബോർഡർ കണ്ടോ, ബോർഡർ, പേജ് ബോർഡറാണ് എടുക്കേണ്ടത്. പേജ് ബോർഡർ എടുക്കണം. ഏത് സൈസാണോ അത് എടുക്കണം. പേജ് ലേഔട്ട് കേട്ടോ, ഏതാണ് പേജ് ലേഔട്ട്, കൾച്ചർ ഇരിക്കുന്നതുണ്ടോ, ലേഔട്ട് എടുത്തിട്ട് പേജ് ബോർഡേഴ്സ് എടുക്കണം. ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൽ പലതും ഉണ്ട്. ഇതിലെടുക്കുമ്പോൾ ഏതാണോ അതിൽ ബോർഡേഴ്സ് വരണം, അങ്ങനെ വരും. നമുക്ക് ആവശ്യം ഇതിലുള്ളത്, ഈ ക്വസ്റ്റ്യനിലുള്ളത് ഇതാണ്. അപ്പോൾ ഇത് ഓക്കെ കൊടുത്ത് ഈ ബോക്സിൽ കൊണ്ട് വരണം. കണ്ടോ, ഇങ്ങനൊരു ബോക്സ് കിട്ടും. എന്നിട്ട് ഓക്കെ എന്നിട്ട് ഈ സൈസ് മാറ്റണം. സൈസ് A4 പേജ് ബോർഡർ കിട്ടിയല്ലോ. അടുത്ത ഷേപ്പ്. അപ്പോൾ ഷേപ്പിന് ഇൻസർട്ട് എടുത്തു. ഇൻസർട്ട് എടുത്തു. അത് കഴിഞ്ഞ് ഷേപ്സ് വന്നു. ഷേപ്സ് ഏതാണെന്ന് നോക്കണം. ഇതിൽ ഷേപ്സ് കണ്ടോ, ഇതാണ്. അപ്പോൾ അത് നോക്കി ഷേപ്സിൽ നോക്കി എടുക്കണം ഏതാണെന്ന്. ഇതാണ് കണ്ടോ. ഇതെടുത്തിട്ട് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ വരും. എന്നിട്ട് അതിനകത്ത് കൾസർ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കണം. അതിൽ ആഡ് ടെക്സ്റ്റ് വന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഇതെന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കൂ. ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റഡ്, അതടിക്കണം. അടിച്ചല്ലോ. അപ്പോൾ ഇതിപ്പോൾ എന്നിട്ട് സെലക്ട് കൊടുക്കണം. സെലക്ട് കൊടുത്ത് സെൻട്രലിൽ കൊണ്ടുവരണം. ഹോം എടുക്കുക. ഹോം എടുത്തു. ഇവിടെ ഈ സെൻട്രൽ മധ്യത്ത് കൊണ്ടുവരാം. അപ്പോൾ നോക്കിയോ, കിട്ടിയല്ലോ. പിന്നെ ഇതിൻ്റെ അക്ഷരം വലുതാക്കണം. ഓക്കെ, എന്നിട്ട് ഏത് അക്ഷരമാണെന്ന് നോക്കണം. ഇത് മാറ്റിയിട്ട് ഇതിൽ നോക്കണം ഏത് അക്ഷരമാണെന്ന്. ഏതാണ്? ഇതല്ലേ? ടൈംസ് ന്യൂ റോം. ഓക്കെ, റെഡിയായല്ലോ. ശരി, ഇനി അടുത്തത് ഒരു സെൻറ്റൻസ് ഉണ്ട്. ഇതാണ് സെൻറ്റൻസ്. അതടിക്കും. ഹായ്,
ഇതാ ഇതടിച്ചു. ഇനി അടുത്തത് ഷേപ്പ്. അടുത്ത ഇൻസർട്ട് എടുക്കുക. എന്നിട്ട് ഷേപ്പ് കോളം എടുക്കണം. ഇൻസർട്ട് എടുത്തിട്ട് കോളം ടേബിൾ എടുക്കണം. ടേബിൾ ഇതോ ടേബിൾ എടുത്തിട്ട് എത്ര കോളമുണ്ടെന്ന് നമ്മൾ നോക്കണം. ക്വസ്റ്റ്യനിൽ ഉണ്ടോ? ക്വസ്റ്റ്യനിൽ 1 2 3 4 5 കോളം. 5 കോളം തിരിച്ച് താഴോട്ടും 1 2 3 4 5 6 കോളം. അപ്പോൾ എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. 1 2 2 5 പിന്നെ അവിടെ നിന്ന് താഴോട്ട് 6 1 4 5 6 കോളം വന്നു. കണ്ടോ? 6 കോളം വന്നു. ഇനി അവിടെ നിന്ന് ശകലം താഴോട്ട് ആക്കാം. ഓക്കെ. ഇവിടെ നിന്ന് ചെറുതാക്കണം. ആദ്യത്തെ സീരിയൽ നമ്പർ ചെറിയ കോളമാണ്. അപ്പോൾ ചെറുതായിട്ട് മതി. ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കാം. ഓക്കെ. ഇനി അടിക്കാം. സീരിയൽ നമ്പർ താഴെയാണ്. അപ്പോൾ എൻ്റർ അടിച്ചിട്ട് നമ്പർ അടിക്കണം. 0 ഓക്കെ. എന്നിട്ട് എൻ്റർ ടാബ് അടിക്കണം. ടാബ് താഴെ കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് 1 അത് കഴിഞ്ഞ് ടാബ് അടിച്ചിട്ട് 2 ടാബ് 3 ടാബ് 4 5 കോളത്തിലും അതിട്ട്. അടുത്തത് തിരിച്ച് ഓക്കെ. ഇനി രണ്ടാമത്തെ കോളത്തിൽ അടിക്കാം. ഓക്കെ. ഇത് കണക്ക് ഓരോ കോളത്തിലും അടുത്ത ടാബ് എന്നിട്ട് മുകളിൽ പൾസർ പിടിക്കണ്ട. എപ്പോഴും മൗസ് ഇട്ട് പിടിക്കുക. ഇങ്ങനെ അടിക്കാം. അടുത്തത് ക്വാളിഫിക്കേഷൻസ്. 1 സീരിയൽ നമ്പർ, പോസ്റ്റ് രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം ക്വാളിഫിക്കേഷൻ. ഇനി ടാബ് 3 ഓക്കെ. അടുത്ത കോളത്തിൽ നിന്ന് സാലറി. അടുത്തതിൽ ഓക്കെ. അടുത്ത കോളത്തിൽ കോളം വലുതാക്കണം. ഇതൊക്കെ ചെറുതാക്കണം. എന്നിട്ടടിക്കും. ഓക്കെ. ഇത്രയും വേണ്ട. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവയ്ക്കണം.
സെലക്റ്റാക്കി കിടന്നു, അതുകൊണ്ടാണ്. ഇത്രയും ഇരിക്കുക, ഇത്രയും വേണം അടുത്ത കോളത്തിലടിക്കുക.